ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പാൻകേക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാൻകേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വീറ്റ് വെച്ചിട്ടാണ്, മൈദ കൊണ്ടല്ല. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ളൊരു കണക്കിലെടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആവശ്യമുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. ഒരിക്കലും നമ്മളിത് 1/4 ടീസ്പൂണിനേക്കാളും അധികമായിട്ട് എടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/4 ടീസ്പൂണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, രണ്ടും വിധം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുട്ട റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന മുട്ടയായിരിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ മുട്ടയുടെ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന പാലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പും ഗോതമ്പ് പൊടിയിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ എന്നുള്ള ഒരു ലെവലിൽ 2 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ തന്നെ നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല പോലെ മെൽറ്റ് ചെയ്ത് കിട്ടണം. ഈ മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് അടിഞ്ഞ് കിട്ടണം. അതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് നേരം ഇതേപോലെ അടിക്കുമ്പോൾ തന്നെ നമുക്കിതെല്ലാം മിക്സായി കിട്ടും. ഇനി നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഒന്നാകെ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. 2ഓ 3ഓ ട്രിപ്പായിട്ട് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നല്ല മിക്സായി ഉറപ്പായി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പൊടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഒന്നാകെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടിയായിട്ട് കിടക്കും, നമുക്ക് വേണ്ടത്ര മിക്സായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് അപ്പം തന്നെ ഇവിടെ പാൻകേക്ക് തയ്യാറാക്കി എടുക്കുന്നില്ല. കുറച്ച് നേരം വെക്കുന്നുണ്ട്. അത് അധികം നേരമൊന്നും വെക്കേണ്ട. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. അധികം ലൂസ് ഇല്ലാണ്ടും അധികം കട്ടിയില്ലാണ്ടും ആയിട്ട് നമുക്ക് ഇതേപോലെ ആയിട്ടൊന്ന് കിട്ടണം. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനൊക്കെ ശേഷം നമ്മൾ ഇതേപോലെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. അധികം ബട്ടറൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള ബട്ടർ നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ സ്പൂണിലോ അല്ലെങ്കിൽ ഒരു കയ്യിലോ അങ്ങനെ മാവ് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. പരത്തൊന്നും വേണ്ട, ഇത് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ആവശ്യത്തിനുള്ള കട്ടിയുള്ള മാവായതുകൊണ്ട് അങ്ങനെ പരത്തിയെടുക്കാനൊന്നും നമ്മൾക്ക് പറ്റുകയും ചെയ്യില്ല. ഇനി ഒരു സൈഡിൽ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും. നമ്മൾ 1 2 ബബിൾസ് വന്നാൽ മതി ഒരു സൈഡിൽ. അപ്പം തന്നെ ഇത് മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 1 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാം. അങ്ങനെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ മാവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കണം. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും.
അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.